ഉഷ ടീച്ചറോ? നമസ്തേ ടീച്ചറെ. എന്നാണ്ട്? ഒരു ചുരിദാറായിരുന്നു ഒന്ന് തയ്ച്ചു തരണം. അടുത്താഴ്ച എന്റെ ഒരു കൂട്ടുകാരിയുടെ മോടെ കല്യാണമുണ്ട്, ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരാഴ്ച സമയമുണ്ടല്ലോ. എനിക്കും കുറച്ച് തിരക്കുണ്ടായിരുന്നേ. കുറച്ച് അത്യാവശ്യം തയ്ച്ചു കൊടുക്കാനുണ്ടായിരുന്നു. കുഴപ്പമില്ല. അളവ് വല്ലതും മാറ്റണോ ടീച്ചറെ? അളവില് ഒരു ശകലം വണ്ണം കുറഞ്ഞു, കുറച്ച് മെലിഞ്ഞിട്ടുണ്ടോ തുണിയുടെയായിട്ട്. മെലിഞ്ഞോ? കുറച്ച് വണ്ണയുടെ ഒന്ന് ഒതുക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തോ ഒരു ചുരിദാറൊക്കെ. കല്യാണത്തിന് സാധാരണ സാരി ആയിരുന്നല്ലോ. മഴയായതുകൊണ്ട് ഓർത്തിട്ടാണ് ചുരിദാറാക്കി. ശരി, അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ റെഡിയാക്കി തന്നേക്കാം. അത് കുഴപ്പമില്ല. എന്നാണ്ട് വിശേഷം? ഒരാഴ്ചയായിട്ടോ കണ്ടിട്ട്? ചില തിരക്കിലായിരുന്നു. പിന്നെ വന്ന വഴി പോസ്റ്റ് ഓഫീസ് വന്ന കാരണമായിരുന്നു. അപ്പോഴാണ് എന്റെ ഒരു കൂട്ടുകാരത്തെ ഞാൻ പറഞ്ഞില്ലേ, 5-10 വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യായിരുന്നു. കൂടെ എല്ലാ കാര്യവും അവള് എനിക്ക് എന്നോട് തുറന്ന് പറയുന്ന കൂട്ടത്തിലായിരുന്നു. അവിടെ മോടെ കല്യാണം. മോൾ ജോലിക്കാരിയാണ്, നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു. അപ്പൊ കല്യാണമായപ്പോ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. മോളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വിടണമല്ലോ. കല്യാണത്തിന്റെ സന്തോഷമല്ലേ വേണ്ട കല്യാണം എന്ന് പറയുമ്പോ. പറഞ്ഞു അതല്ല ടീച്ചറെ, പിന്നെ മോക്ക് ജോലിയൊന്നും അറിയത്തില്ല, പാചകം അറിയത്തില്ല, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അറിയത്തില്ല, ഭർത്താവിന്റെ കാര്യം എങ്ങനെ നോക്കണമെന്ന് അറിയത്തില്ല. ഇപ്പോഴാണ് എനിക്ക് ടെൻഷൻ. ഇപ്പൊ എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇപ്പൊ എല്ലാ വീട്ടിലെയും പ്രശ്നം ഇത് തന്നെയാണ്. മക്കളെ ഒന്നും ശീലിപ്പിക്കുന്നില്ലല്ലോ. വീട്ടു ജോലികളൊന്നും ചെയ്യിപ്പിക്കാതെ അവരെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് വിടുവല്ലേ. ഒരു വീട്ടിലല്ല, എല്ലാ വീട്ടിലും ഇത് തന്നെ അവസ്ഥ. ഞാൻ പറഞ്ഞ സാരമില്ല, എല്ലായിടത്തും നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ കാണുന്ന ഒരു പ്രശ്നമാണിത്. പേടിക്കൊന്നും വേണ്ട, പതുക്കെ ശരിയായിക്കോളും. പ്രാർത്ഥനയോടെ ഇരിക്കാൻ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ട് വരികയാണ് ചെയ്തത്. ചെറിയ ജോലികൾ ചെയ്യാൻ പ്രായമാകുമ്പോൾ മുതൽ നമ്മൾ ചെയ്ത് ശീലിപ്പിക്കണമായിരുന്നു. നമ്മുടെ മക്കളും അതെ, ഇവിടെ അതൊക്കെ തന്നെയാണ്. ഒന്നും അറിയത്തില്ല ഇപ്പം. അത് പറഞ്ഞപ്പോഴേ ടീച്ചറെ ഓർത്തത്, ഗുരുസാഗരം മാസികയില് ഇങ്ങനെ മക്കളെ സ്വാശ്രയം ശീലിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഓർക്കുന്നുണ്ടോ? ഞാനും വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. ഞാൻ മാസിക ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ മാസികയും കൂടെ ഇവിടെ കൊണ്ട് വെക്കുവേ. ഇത് കണ്ടോ? ഈ മാസികയിലായിരുന്നെന്ന് തോന്നുന്നു, നോക്കട്ടെ. മക്കളെ സ്വാശ്രയം ശീലിപ്പിക്കുക എന്ന് ഈ ഗുരുസാഗരം മാസികയിലെ നല്ല കുടുംബം എന്നൊരു പങ്ക്തിയിൽ വന്നതാണ്. കണ്ടോ? നല്ല ഒരു ലേഖനമായിരുന്നു. അത് ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ. അതാണ്, നല്ല ലേഖനമാണ്. എല്ലാ അമ്മമാരും അച്ഛന്മാരും വായിച്ചിരിക്കണം. കാരണം എല്ലാരും വായിക്കുകയും മറ്റുള്ളവരോട് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. കാരണം ആരും ഇതിനെക്കുറിച്ചൊന്നും സ്വന്തമായിട്ട് ആലോചിക്കുന്നില്ല. എന്നാൽ ഇതുപോലെയുള്ള അറിവുകൾ ആരെങ്കിലും തരാമെന്ന് വെച്ചാൽ അതും നോക്കാനും താല്പര്യപ്പെടുന്നില്ലല്ലോ. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് എല്ലാരും ഓടുക, തിരക്കിട്ട് ഓടുവല്ലേ. എങ്ങോട്ടാന്ന് പോലും അറിയാതെ എല്ലാരും ഓടുവാണ്. ഇത് കണ്ടോ? സിനിമയിലൊക്കെ കാണുന്ന രംഗങ്ങളിൽ ഷൂസ് കെട്ടുക, യൂണിഫോം ഇടുക, പുസ്തകങ്ങൾ ബാഗിൽ വെക്കുക, കുട്ടികൾ ആഹാരം കഴിക്കാൻ ഉപയോഗിച്ച പാത്രങ്ങൾ കഴുകി വെക്കുക എന്നിവ അമ്മമാർ ഓടി നടന്ന് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ പല കുടുംബ കഥകളിലും അച്ഛന്മാരും ചെയ്യുന്നത് കാണാറുണ്ട്. അതൊക്കെയാണ് വേണ്ടതെന്ന നിലയിലേക്ക് നമ്മുടെ കുടുംബങ്ങളും മാറിപ്പോയതായി കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണെന്ന് മാതാപിതാക്കൾ മറക്കരുത്. അങ്ങനെ വന്നാൽ കുട്ടി ജീവിതത്തിൽ ഒരു ചെറിയ ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാൻ മടി കാണിക്കും. വളരുമ്പോഴും ഈ സ്വഭാവം മാറില്ല. കുട്ടി വളർന്നാലും മാതാപിതാക്കൾക്ക് ഒരു ചെറിയ അളവിൽ പോലും വിശ്രമം കിട്ടാതെ വരികയും ചെയ്യും. സിനിമ കാണുന്നതാണ് റിയൽ ലൈഫ് എന്നാണോ കുട്ടികൾ വിചാരിക്കുന്നത്? ശരിക്കുള്ള ജീവിതത്തിൽ വരുമ്പോ അല്ലേ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നു. ഈ കാണുന്ന ഷൂസ് കെട്ടലും ചോറ് പാത്രം കൊടുക്കലും മാത്രമല്ല ജീവിതമെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. കണ്ടോ? അതിന്റെ ദൂഷ്യവശങ്ങളാണ് പറയുന്നത്. കാരണം മക്കളെ ഒന്നും അറിയിക്കാതെ അച്ഛനമ്മമാരെല്ലാം ചെയ്തു കൊടുത്ത് വാർദ്ധക്യം നേരത്തെ വരും രോഗങ്ങളും. അവസാന കാലങ്ങളിൽ അസുഖങ്ങളോട് മല്ലടിച്ചുകൊണ്ട് ഓടി നടന്ന് ചെറുപ്പത്തിൽ ചെയ്തിരുന്ന അതേ ജോലികൾ ചെയ്യേണ്ടി വരും. അത് ജീവിതം ദുസ്സഹമാക്കും. മാത്രമല്ല മക്കളോട് ഉള്ളിൽ നീരസം വരുത്തുന്ന സാഹചര്യവും ഉണ്ടാകാം. വീട്ടിൽ ഒന്നും ചെയ്യാത്തതിന്റെ പേരിൽ അവരെ ശപിക്കുന്ന മാതാപിതാക്കളായി തീരാനും മതി. ഇതൊക്കെ മുന്നിൽ കണ്ടു വേണം കുട്ടികളെ വളർത്താൻ. ചില അമ്മമാർ പെൺകുട്ടികളെ കൊണ്ടും ആൺകുട്ടികളെ കൊണ്ടും ഒരു ജോലിയും ചെയ്യിക്കില്ല. അവർ എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം ബുദ്ധിമുട്ടാതെ ജീവിക്കട്ടെ എന്ന് പറയും. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ എന്നെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കില്ലേ എന്നാവും മക്കളോട് ചോദിക്കുക. എന്നാൽ ആ സമയം കൊണ്ട് മക്കളും മടി പിടിച്ചിട്ടുണ്ടായിരിക്കും ജോലി ചെയ്യാൻ. അവർക്കപ്പം ജോലി ചെയ്യാനും മടിയായി, അപ്പനും അമ്മയ്ക്കും വയ്യാണ്ടായി. ആ കാര്യമാണ് പറയുന്നത്.
ചിലപ്പോൾ അസുഖം നേരത്തെ വരും, മരിച്ചുവെന്നും വരാൻ നേരത്തെ. അപ്പോൾ കുടുംബ ബാധ്യത എല്ലാം കൂടി ഒന്നിച്ചൊരു ദിവസം ഇവരുടെ തലയിലാവും. ഇവരാകെ ബുദ്ധിമുട്ടും. ജീവിതത്തോട് അവർക്ക് മടുപ്പും തോന്നും, വിരോധവും തോന്നും. അങ്ങനെയാണ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം. അപ്പൊ പലർക്കും അടുക്കള എവിടെയാണെന്ന് അറിയത്തില്ല, കറണ്ട് ചാർജ് അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പാല് വാങ്ങുന്നത് എവിടെയാ, അതിനെങ്ങനെ പൈസ അടയ്ക്കുന്നു, അങ്ങനെ ഒരു കാര്യം അവർക്ക് അറിയാതെ പോവല്ലേ. പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം കൂടെ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് കാലിടറും. അപ്പൊ അപ്പനോടും അമ്മയോടും നീരസവും കൂടെ വരാം. കാരണം ഇവര് തന്നെ ശീലിപ്പിക്കാത്തത് കൊണ്ടാണ് അന്ന് അവർ ചിന്തിക്കുകയല്ലേ. പഠനത്തോടൊപ്പം ശീലിക്കേണ്ടതാണ് കുടുംബ ഉത്തരവാദിത്വം. മെയിൻ പോയിന്റ് ആണത്. ശീലമാണ് നമ്മെ ആയാസരഹിതമായി ജീവിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകം. കുട്ടിക്കാലം മുതൽക്കേ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ ശീലിപ്പിക്കുക എന്നതാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. ഒറ്റയ്ക്ക് ഭംഗിയായി അതൊക്കെ ചെയ്യുന്നതിനുള്ള പരിശീലനം നല്ല തന്മയത്വത്തോടെ കൊടുക്കുക. കുറച്ചു വലുതായാൽ അടുക്കള ജോലികൾ, തുണി കഴുകൽ, ഇസ്തിരിയിടൽ, ഭക്ഷണ അസംസ്കൃത വസ്തുക്കൾ ഉണക്കി പൊടിക്കുന്ന വിധം ഇതൊക്കെ പഠിപ്പിക്കുക. പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങാൻ കൂടെ കൊണ്ടുപോയി ശീലിപ്പിക്കുക. ഇതിന്റെ ഇടയിൽ ട്യൂഷനും പഠനവും ഒക്കെ നടത്താൻ ശീലം നൽകണം. അപ്പോൾ എല്ലാം സമയബന്ധിതമായി ചെയ്യാൻ പഠിക്കും. പിന്നെ വലുതാകുമ്പോൾ ജീവിതം ഒട്ടും ഭാരമുള്ളതായി തോന്നില്ല. ഓരോ ശീലവും സംസ്കാരമാണ്. പെട്ടെന്നൊരു ദിവസം അറിയാത്ത കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ചെയ്യേണ്ടി വരുന്നതിനേക്കാൾ എത്രയോ സമയലാഭമാണ് ഓരോന്ന് ചെയ്ത് ശീലിക്കുമ്പോൾ ലഭിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശീലം കൊണ്ടേ സാധിക്കൂ. ഇപ്പൊ സ്കൂളിൽ പോയിട്ട് വന്നാൽ അപ്പോഴേ ട്യൂഷന് പോകണം. പിന്നെ കുട്ടികൾക്ക് ഇതിനൊന്നും സമയമില്ല. പിന്നെ അവരെവിടുന്ന് കടയിൽ പോകുന്നു? നമ്മുടെയൊക്കെ കാലത്ത് ഇതുപോലെ ആയിരുന്നോ? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരെ നടന്നു പോയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നതും. സഹായിക്കണം. വീട്ടിലെ ജോലികളൊക്കെ നമുക്കും അറിയാമായിരുന്നു. അത് തന്നെയല്ല, പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും വരുമാന സ്രോതസ് എന്താണെന്നും അത് എങ്ങനെയൊക്കെ ചെലവാക്കുന്നു നമുക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതൊന്നും അറിയത്തില്ലല്ലോ. അവരെന്തു പറഞ്ഞാലും നമ്മളങ്ങ് സാധിച്ചു കൊടുക്കുമല്ലേ. കണ്ടോ, മടി പിടിപ്പിച്ചാൽ ജീവിതവും അടുക്കുമെന്ന് പറയുന്നു. ചില അമ്മമാർ പറയും, പെൺകുട്ടികൾ എൻ്റെ കൂടെ നിൽക്കുമ്പോഴെങ്കിലും അല്പം സുഖം അനുഭവിക്കട്ടെ എന്ന്. ഇനി ചെന്ന ഒരു കുടുംബം നടത്താനുള്ളതല്ലേ എന്ന് പറയും. അവർ നിങ്ങൾ ചെയ്യുന്ന അമിത ജോലികൾ കണ്ടുകൊണ്ടാണ് വളരുന്നത്. ഇത്രയും റിസ്ക് ഒന്നിച്ചെടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന ഒരു ക്ലാസിക് മടി അവരിൽ ആ സമയം വളർന്നുകൊണ്ടേയിരിക്കും. അവർ ചിലപ്പോൾ വിവാഹത്തിന് പോലും തയ്യാറായി എന്ന് വരില്ല. പ്രസവിക്കാനും കുട്ടികളെ പോറ്റാനും അവർക്ക് ബുദ്ധിമുട്ട് തോന്നും. ആ അവസ്ഥ അടുത്ത കാലത്തായി മലയാളി കുടുംബങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നേ പറയാനുള്ളൂ. എന്നാൽ ഇപ്പോൾ കുട്ടിപ്രായത്തിലുള്ള മക്കളെ വളർത്തുന്നവരെങ്കിലും ഈ കാര്യം അറിഞ്ഞ് ഭാവിയെ കരുതി മക്കളോടുള്ള സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കുക. അതല്ലേ ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് ആവശ്യമില്ല. വീട്ടിലെ പാചകം ചെയ്യണ്ട, അതുപോലെ തന്നെ മക്കളെ വളർത്തണ്ട. അതുകൊണ്ട് 30-32 വയസ്സായ പെൺകുട്ടികളൊക്കെ നമ്മുടെ സമൂഹത്തിലൊക്കെ നിൽക്കുന്നതായിട്ട്. പക്ഷെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് അവർക്കും പ്രായമായി വരുമ്പോൾ ആരെങ്കിലും ഒരു ആശ്രയം ഇല്ലാതെ വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇതൊക്കെ പിള്ളേരെ നേരത്തെ തുടങ്ങി ശീലിപ്പിക്കണം. ശീലിപ്പിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഞങ്ങൾ ജീവിക്കുമ്പോൾ മക്കൾ സുഖിച്ച് ജീവിക്കണമെന്ന മിഥ്യാധാരണയിൽ നിന്ന് മാതാപിതാക്കൾ മാറണം. ജീവിതം സുഖവും ദുഃഖവും കലർന്നതാണെന്നും പരിശ്രമം, ത്യാഗം, സഹനം എന്നിവ അവയിലൂടെ കടന്നു പോകാൻ ആവശ്യമാണെന്നും അനുഭവം കൊണ്ട് മക്കളെ പരിശീലിപ്പിച്ച് വളർത്തണം. അല്ലെങ്കിൽ തങ്ങളുടെ വാർദ്ധക്യത്തിൽ അവർ ജീവിതത്തെ വെറുത്തു തുടങ്ങും. അതാ പറയുന്നത്. അപ്പം നമ്മൾ വാർദ്ധക്യമായി തീരുകയും ചെയ്യും. അവർക്ക് ജീവിതവും അടുക്കും, ആകെ പ്രശ്നമാകും. മാതാപിതാക്കൾക്കാണ് ഉത്തരവാദിത്വം. ചെറുപ്പത്തിലേ ശീലിക്കണം. അങ്ങനെ ആകട്ടെ ഇനിയുള്ള തലമുറയിൽ നമുക്ക് അതെ, നമുക്ക് പ്രത്യാശിക്കാം.